അപ്പം ഞാൻ ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ഒരു ആളാണ്. അപ്പം ഞാൻ പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ഇവിടെ വന്ന് തൊഴുകാറുണ്ട്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വന്ന് തൊഴുകുമ്പോൾ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടുന്ന പോലെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ വീട് ആക്ച്വലി പാലക്കാടാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അമ്മ പറഞ്ഞിട്ട് ഇവിടുത്തെ അമ്മയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം വരാറുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഈ ക്ഷേത്രത്തിൽ ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ദേവി കുറച്ചും കൂടി എന്തെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഫലം പെട്ടെന്ന് കിട്ടും എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല അങ്ങനെയാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ ദിവസങ്ങളിലും പറ്റുന്ന സമയങ്ങളിലൊക്കെ വന്ന് തൊഴുകാറുണ്ട്. എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു സമാധാനം കിട്ടുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ളൊരു വനത്തിന്റെ നടുവിലാണ് ഈ ഒരു ഇവിടെ ദേവീനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ കാണാനാണെങ്കിലും അത്രയും ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കുകയാണെങ്കിലും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരും എന്നൊരു വിശ്വാസമുണ്ട്. എനിക്കിവിടെ വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. മേ ബി അന്തരീക്ഷത്തിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പണ്ട് മുതലേ ഒരു അമ്പലം അങ്ങനെയുള്ള ഒരു വിശ്വാസിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന് തൊഴുകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇവിടെ നിന്ന് ഞാൻ പൂജിച്ച് കേട്ടിരിക്കുന്ന ഒരു ചരടാണിത്. അപ്പം അത് എൻ്റെ ഒരു വിശ്വാസമാണ്, എനിക്കൊരു സംരക്ഷണം നൽകുന്നു എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു വിശ്വാസമാണത്. അപ്പം എനിക്ക് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും വന്ന് തൊഴുകാറുണ്ട്. പിന്നെ ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത്. ഈ വനത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ദേവി ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ ദൂരെയുള്ള നിന്നും വന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ദേവി കുറച്ചും കൂടി എന്താ അതിന് പറയാ, ഫലം നൽകുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്.